ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞങ്ങൾ കിട്ടിൽ ഒരു സ്പോട്ടിൽ ഇരിക്കുക. ഞങ്ങളിപ്പം ഒരു കുഞ്ഞി ട്രിപ്പ് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ്. ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പം എവിടെയാ സ്ഥലം അറിയോ? ഞാൻ അറിയില്ല. ഈ നോക്കൂ സുഹൃത്തുക്കളെ, ഇത് നോക്കൂ. സംഭവം അടിപൊളിയാട്ടോ. ഇവിടെ ഞങ്ങൾ ഓൺ ദി വേ ടു മേഘമലയാണ്. മഴയുണ്ട്. സോ ഗൈസ്, പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് എക്കോട്ടേക്കാന്ന് വെച്ചാൽ മേഘമലയിലേക്കാണ്. മേഘമല എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാടുള്ളൊരു ഹിഡൻ ജെമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞങ്ങൾ കാറിലാട്ടോ പോയത്. ആ പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഒരു വില്ലേജ് സൈഡ് വൈബ്സും ഫുൾ ഓഫ് ഗ്രീനറി ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് എടുത്ത് നിർത്തി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്. പിന്നെ ഞാനൊരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഷാമിലിനെ ഹെൽപ്പാക്കാൻ വേണ്ടി ഞാനും ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ. ആൻഡ് അതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ഇത് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും ഫുൾ ഓഫ് വിൻഡ് മില്ലിൻ്റെ ഒരു ഏരിയ തന്നെ എത്തിയായിരുന്നു. ലൈക്ക് ഒരു കുഞ്ഞ് ഡിസ്റ്റൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് വിൻഡ് മില്ലാണ്. ആൻഡ് വിൻഡ് മില്ലൊക്കെ ഇത്രയും ജമണ്ട സംഭവമാണെന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ അറിയുന്നത്. അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറേ അടിപൊളിയായി. അങ്ങനെ വൈകാതെ ഞങ്ങൾ മേഘമല ചെക്ക് പോസ്റ്റ് കടന്ന് അവിടുന്ന് പിന്നെ ഫുള്ള് ഹെയർ പിൻ ആയിരുന്നു കേട്ടോ. ഓരോ ഹെയർ പിൻ ആകുമ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആദ്യമേ ഫുള്ള് വെയിലായിരുന്നു, പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ക്ലൗഡ്സായി, പിന്നെ അങ്ങോട്ട് മഴയായി, പിന്നെ ഒരു ഹെയർ പിൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് മേഘത്തിൻ്റെ ഒരു വൈബായി. എന്താ പറയുക, ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ എത്രത്തോളം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഓരോ ഹെയർ പിൻ കഴിയുമ്പോഴുമുള്ള ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഞങ്ങളെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത്, ലൈക്ക് നമുക്കൊക്കെ സമാധാനം തരുന്നൊരു ട്രിപ്പ് എന്ന് പറയത്തില്ലേ, അതേപോലെയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ അവിടെ വഴിയിൽ നിർത്തിയിട്ട് ആ മേഘങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള രീതിയിൽ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പെഷ്യൽ സ്പോട്ടായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. ആൻഡ് ഓൺ ദി വേ എന്ന് പറയുന്ന ഫുൾ അടിപൊളി വ്യൂസും കുറേ എന്താ പറയുക അടിപൊളി റോഡ്സൊക്കെയാണ്. ഈ ഓരോ ഹെയർ പിന് കഴിയുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും മേഘം ഫുള്ള് ക്ലിയറായി. അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ സെയിം സംഭവം തന്നെ, ലൈക്ക് ഫുൾ ഓഫ് മേഘങ്ങളുടെ ഇടയിലൂടെയായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. കുറച്ച് ഹെയർ പിൻസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രണ്ട് സൈഡും ഫുള്ള് ടീ എസ്റ്റേറ്റിൻ്റെ ഒരു റോഡെത്തി. അത് എന്താ പറയുക അടിപൊളിയാണ്. നമ്മൾക്ക് എന്താ ഒരു എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകാതെ മേഘമല എത്തി. മേഘമലയെ പറ്റി ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയട്ടെ. മേഘമല എന്ന് പറയുന്നതിന് നമ്മൾ ഹൈ വിവി മൗണ്ടെയ്ൻസ് എന്നും മീനിങ് ഉണ്ട്. ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള തേനി ഡിസ്ട്രിക്റ്റിലാട്ടോ. ഇവിടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് മാജിക്കാണ്. രാവിലെ സണ്ണി ആയിരിക്കും, പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കൊരു മഴ വൈബാണ്. ആൻഡ് ഈവനിങ് ഫുൾ ഓഫ് മിസ്റ്റാണ്. ടീ പ്ലാന്റേഷൻസും വാട്ടർഫോൾസും ട്രെക്കിംഗ് സ്പോട്ട്സും വൈൽഡ് ആനിമൽസും എല്ലാം ഇവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നോട്ട് മച്ച് കൊമേഴ്ഷ്യലൈസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നേച്ചർ ഇൻടാക്റ്റ് ആയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഒരു ഹിഡൻ പാരഡൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ വന്നൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നല്ല കാറ്റുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു കോട കാറ്റ് കൊണ്ടുപോയി കേട്ടോ. ടിപ്പിക്കൽ ഒരു മേഘമല സ്റ്റോറി പോലെ തന്നെയുണ്ട്. ഞങ്ങളുടെ ആ സമയത്തുള്ള ഇമോഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഒന്നും പറയാനില്ല. മേഘമല ഈസ് റിയലി വർത്ത് ഇറ്റ് ഗൈസ്, റിയലി വർത്ത് ഇറ്റ്. നോക്ക്, see, it's full of makeup. Aisu, no words. no words. No words. അതെ, രണ്ട് വാക്കിൽ പറയുകയാണെങ്കിൽ നോ വേർഡ്സ്. പിന്നെ മേഘമലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് തമിഴ്നാട് വെസ്റ്റേൺ ഗട്ട്സിലാട്ടോ. ആൻഡ് വെരി ക്ലോസ് ടു കേരള ബോർഡർ. നമ്മുടെ സീ ലെവലിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു സൂപ്പർ കാം ആൻഡ് പീസ്ഫുൾ ഹിൽ സ്റ്റേഷൻ എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് ഗൈസ്. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഫുൾ മിസ് കവേർഡ് ഹിൽസും ടീ പ്ലാന്റേഷൻസും ഒക്കെയാണ്. ആൻഡ് എവിടെ നോക്കിയാലും ഫുൾ ഓഫ് ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഡാമും ടീ പ്ലാന്റേഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആ പോയ റൂട്ട് മാത്രം കേട്ടോ. ആൻഡ് സോ ഫ്രണ്ട്സ്, ഇഫ് യു ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു തമിഴ്നാട്, ഡെഫിനറ്റ്ലി മേഘമല എന്ന് പറയുന്നത് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ആക്കേണ്ടതെന്നാണ്. ഞങ്ങൾ കുറേ പോയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ഹോട്ടൽസൊക്കെ കണ്ടു കേട്ടോ. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ നല്ല ചൂട് മാഗി 4 ഒരു മാച്ച് കഴിച്ചു. ആ ഒരു തണുപ്പത്ത് ഞങ്ങൾക്ക് അതൊന്നും എന്താ പറയുക ചൂടായിട്ട് തോന്നിയില്ല. എന്താ പറയാനുള്ളത്? സമാധാനം. ശരി അമ്മ. യാ മിസ് യു അമ്മ. വന്നില്ല, അതുകൊണ്ട് വി ഹേറ്റ് യു. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. സുധിച്ചേട്ടൻ നിന്നെ ഇവിടെ ഓരോരുത്തരും ഞങ്ങൾ ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ഞങ്ങൾ ആൽബം ഇറക്കി. അതാ എടാ കിടിലം സ്ഥലം.
എന്താ പറയുന്നത്, റോഷനെ ഞങ്ങൾ മിസ് ചെയ്യുന്നില്ല. കാരണം റോഷനെ ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്ന വഴി റോഷനെ പോലെ ഒരാളെ കണ്ടു. അതാ ഞങ്ങള് സൺറൈസ് കണക്ക് കയറിയ പൂക്കി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഡാൻസിന് റീൽ എടുക്കാറുണ്ട്. ഓ അടിപൊളിയായിരുന്നു. കണ്ടോ, ദിസ് ഈസ് ലേക്ക് ഗൈസ്, ദിസ് ഈസ് ലേക്ക്. ഐസൂട്ടനെ കാണുന്നില്ല ഗൈസ്. ഐസോട്ടൻ കുറച്ച് മുമ്പ് റിവ്യൂ വീഡിയോ എടുത്തോണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ. സോ നിങ്ങൾ തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റ് ആ ഒരു ഭാഗത്തേക്ക് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മേഘമല എന്താ ചെയ്യണം, നിങ്ങളുടെ ട്രാവൽ ബക്കറ്റ് ലിസ്റ്റിൽ ഷുവറായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ബിലീവ് മീ ഗൈസ്, യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വൈകാതെ തിരിച്ചിറങ്ങി ദേ ഒരു മഴവില്ല് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞു മഴവില്ല് അവിടെ ഉണ്ടായിരുന്നേ. കണ്ടില്ലെങ്കിൽ ഒന്ന് ബാക്ക് പോയൊന്ന് സൂക്ഷിച്ച് നോക്ക്. ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് ഇറങ്ങി നേരെ മധുരയിലേക്കാണ് പോകുന്നത്. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ നേരെ മധുരയിൽ പോയി ഒരു സ്റ്റേ എടുത്ത് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ രാമേശ്വരം പോകാൻ വേണ്ടിയിട്ടാണ്. രാമേശ്വരം ട്രെയിനിൽ പോകാനാട്ടോ ഞങ്ങളെ പ്ലാൻ. പാമ്പൻ ബ്രിഡ്ജ് വഴി പോകാനാണ് പ്ലാൻ. ആ ഒരു വ്ളോഗും വരുന്നുണ്ട്, അത് ഫുള്ള് കാണണം. ആ മാഗി കഴിച്ച ആ ഒരു എന്താ പറയുക എനർജി ഒരുപാട് ലോസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിൽ കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തുവാ ഇത്? തമിഴ്നാട്ടിൽ തേങ്കായി. കരിക്ക് പിടിച്ചപ്പം പിന്നെ ഫുൾ ഓണായി. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഡ്രൈവും എന്താ പറയുക, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ബാക്കി ഇരുന്ന് ഫുള്ള് പാട്ടൊക്കെ ഇട്ട് നല്ല ചില്ലടിച്ച് പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ കാർ ഇട്ടിട്ട് ഈ പോകുന്ന പോക്ക് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇന്ന് രാത്രിത്തേക്കുള്ള സ്റ്റേ കണ്ടുപിടിക്കാനുള്ള പോക്കാണ്. ഞങ്ങളങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പം ദാ നീല ഷർട്ടിട്ട ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതാ. ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും പണി ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. ആള് ഞങ്ങളെ ആദ്യമേ ഒരു 2, 3 സ്റ്റേ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളും ഇതിന് പാരലലായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളെ ആള് പിന്നെ കൊണ്ടുപോയൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ ആയി, പക്ഷെ എടുത്തില്ല. ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. 1300 പറഞ്ഞേക്കുന്നത്. അതാ അതിൽ നിന്ന് ഞങ്ങള് ബാർഗൈൻ ചെയ്യാൻ വേണ്ടി പോകാം. ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് ഒരവസാനം 1500 പറയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ. എവിടെ പോവാ? നമ്മൾ മധുരൈ ജിഗർത്തണ്ട കുടിക്കണം. കുടിക്കാൻ പോവാ. സോപ്പ് വാങ്ങിക്കാൻ പോവാ. എന്തോ എവിടെ പോവാ? സോപ്പ് വാങ്ങിക്കാൻ പോവാ. മധുരൈ ജിഗർത്തണ്ട കുടിക്കാൻ പോവാണ് മാൻ. അങ്ങനെ അതെ, മധുരൈ വന്നു കഴിഞ്ഞാൽ പിന്നെ മധുരൈ ജിഗർതണ്ട കുടിക്കാണ്ട് പോകുന്നത് മോശമല്ലേ. ഞാനിത് കാക്കനാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് അത് ട്രൈ ചെയ്യാണ്ട് പോയാൽ അതൊരു വലിയ നഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മധുരൈ ജിഗർതണ്ടയിൽ പോയിട്ട് ഒരു മധുരൈ ജിഗർതണ്ട മേടിച്ചു. സംഭവം ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഐസുനെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അവൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് നല്ലതാണോ ചീത്തയാണോന്ന്. പക്ഷെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അത് എന്താ പറയുക അക്സെപ്റ്റബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഷാമിലിനും കൊടുത്തു, ഷാമിലിനും ഇഷ്ടപ്പെട്ട്. ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടോ, ആശാമറിയും റോയി കുടിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പായസമാണെന്ന്. ആക്ച്വലി എനിക്കും ഒരു പായസത്തിൻ്റെ വൈബ് കിട്ടിയായിരുന്നു. പിന്നെ മധുരൈ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നു. വേറെ ഒന്നിനും അല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രഷും പേസ്റ്റും സോപ്പും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹായ് അണ്ണാച്ചി. മധുരയ്ക്ക് പോണ വഴി ഇങ്ങ. പിന്നെ ഞങ്ങളൊരു മുട്ടയും കഴിച്ച് നേരെ റൂമിൽ പോയി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം മേഘമല ട്രിപ്പ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വീഡിയോയുടെ കാണുന്നത് വരെ ബൈ.